വികസന വേദിയിലേക്ക് സ്വാഗതം. കോഴഞ്ചേരി പഞ്ചായത്തിലെ വികസനങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള പഞ്ചായത്തിന്റെ വികസനത്തെക്കുറിച്ചുള്ള അതിന്റെ സാധ്യതകളെ കുറിച്ച് നിങ്ങൾ പറയണം. അത് കേൾക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ മുഖ്യമായ വിഷയം. 4 കാര്യങ്ങളാണ് കോഴഞ്ചേരിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഒന്ന്, കോഴഞ്ചേരി താലൂക്ക്. കോഴഞ്ചേരി ആസ്ഥാനമായി താലൂക്ക് ഉണ്ടാകണമെന്ന് വർഷങ്ങളായിട്ട് ഉള്ള ഒരു ആഗ്രഹമാണ്. ബോഡിനായ്ക്കന്നൂർ വരെ എല്ലാ സംസ്ഥാനത്തു നിന്നും ട്രെയിൻ വന്ന് അവിടെ നിൽക്കുന്നുണ്ട്. അത് ഇങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്തിന് ഏറ്റവും വികസനമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള എളുപ്പമാർഗമാണ് ഈ ചെങ്ങന്നൂർ ശബരിമല ബോഡിനായ്ക്കന്നൂർ റെയിൽവേ. ശബരിമലയുടെ വികസനത്തിനും അത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ ഒരു എയർപോർട്ട് അത്യാവശ്യമാണ്, അത് ചെയ്യണം. കോഴഞ്ചേരി ചന്തക്കടവിനെ ചരിത്ര സ്മാരകമായി സംരക്ഷിക്കണം. സാറ് സൂചിപ്പിച്ചത് 4 നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്, യാതൊരു സംശയമില്ല. ടൂറിസത്തിന് ഒരുപാട് സാധ്യതയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഈ കോഴഞ്ചേരിയും പരിസര പ്രദേശങ്ങളും. പുണ്യപമ്പ ഒഴുകുന്ന ഈ തീരത്ത് ഒരുപാട് ടൂറിസത്തിന് സ്കോപ്പുള്ള ഒരു ഏരിയയാണ്. അതിനായിട്ടൊരു വികസന രേഖ പഞ്ചായത്ത് തയ്യാറാക്കുന്നുണ്ട്. വികസന രേഖ തീർച്ചയായിട്ടും അത് അജയൻ ചേട്ടന്റെ ശ്രദ്ധയിൽ അത് വികസന രേഖാമൂലം തന്നെ അത് എത്തിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കോഴഞ്ചേരിക്ക് മാത്രമല്ല അത് പ്രയോജനപ്പെടുക. അപ്പം തോട്ടപ്പുഴശ്ശേരി ഉണ്ടാവും, മല്ലപ്പുഴശ്ശേരി ഉണ്ട്, ആറന്മുള ഉണ്ടാവും, അയ്യൂര്. അപ്പോൾ ഇതൊരു വലിയൊരു പിൽഗ്രിം ടൂറിസത്തിന് അനന്തമായ സാധ്യതയുണ്ട്. കാര്യം വള്ളംകളിയും മാരാമൺ കൺവെൻഷനും ചെറുകപ്പുഴ കൺവെൻഷനും ശബരിമലയും ഇതെല്ലാം കൂടെ, അതുപോലെ മഞ്ഞനിക്കര, പരുമലപ്പള്ളി. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും ഇവിടുത്തെ പൗരാണികമായ പള്ളിയും ക്ഷേത്രവും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് സാധ്യതയുണ്ട്. അതിന് ഇവിടുത്തെ പൊതുജനങ്ങളും കൂടെ വരണം, വ്യവസായികൾ മുമ്പോട്ട് വരണം, ധനപരമായിട്ട് മുമ്പോട്ട് നിൽക്കുന്ന ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറാകണം. അതൊക്കെ കൂടുതൽ ചർച്ചകൾ വരികയും ചർച്ചകളിലൂടെ കൂട്ടായ പങ്കാളിത്തത്തോടു കൂടി നമ്മൾക്ക് ഹോട്ടൽ സമുച്ചയങ്ങൾ ഉണ്ടാകണം. അതൊക്കെ തീർച്ചയായിട്ടും നല്ല ഐഡിയയാണ്, പൂർണ്ണമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കും. ഇവിടെ കായിക രംഗത്ത് കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. അവർക്ക് കായികപരമായിട്ട് അതിന്റെ പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി നല്ലൊരു സ്റ്റേഡിയം ഇടില്ല. കുട്ടികൾക്ക് കായികപരമായി പരിശീലിക്കുക സ്റ്റേഡിയം സർക്കാർ ചെലവിൽ, അതുപോലെ നല്ലൊരു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്. ഇത്രയും കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ കുട്ടികളൊക്കെ വഴിതെറ്റി പോകുന്നു, മൈഗ്രേറ്റ് ചെയ്യുന്നു. ഉള്ളവരെങ്കിലും ഇവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേഡിയം ആവശ്യമാണ്. അവർക്ക് സ്പോർട്സിലൂടെ സാഹോദര്യത്വം വളർത്തുവാനായിട്ട് സാധിക്കും. മാനസികമായിട്ടുള്ള വളർച്ചയ്ക്കും ആരോഗ്യത്തിനുമൊക്കെ അത് പ്രയോജനപ്പെടുന്നതായിരിക്കും. അടിയന്തരമായിട്ട് കോഴഞ്ചേരിയിലെ റോഡുകൾ ഇപ്പോൾ തന്നെ തെക്കേമലയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ അറിയാം. ആ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൻ്റെ മുമ്പിലെങ്കും മനുഷ്യന് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് റോഡിൽ. അന്നത്തെ റോഡ് തന്നെ, നേരത്തെ ഉണ്ടായിരുന്ന റോഡ് എന്തോ അത് തന്നെ, സ്വല്പം കൂടെ റോഡിലോട്ട് ഇറക്കി വെച്ച് കടകൾ പണിതിട്ടുള്ളതേ ഉള്ളൂ. പിന്നെ ഇപ്പോഴെങ്ങാണ്ട് കുറച്ച് കടകളൊക്കെ പുറകോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം. കോഴഞ്ചേരിയിലെ റോഡ് നല്ല സൗകര്യത്തിൽ വന്നെങ്കിലേ മറ്റു രീതിയിലുള്ള ഡെവലപ്മെൻറ്റുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതിനും ഒരു മുൻതൂക്കം കൊടുക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ടൗൺ പ്ലാനിങ് നമുക്കുണ്ടാകണം. തീർച്ചയായിട്ടും നമുക്ക് ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ പ്രൊജക്റ്റ് നമുക്ക് സമർപ്പിക്കാം. അത് ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായത്തോടെ റിംഗ് റോഡ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പരിഹരിക്കപ്പെടുമെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. അത് വീണ്ടും ചർച്ച ചെയ്ത് അത് തീർച്ചയായിട്ടും അത് നമുക്ക് ഭരണാധികാരികളുടെ മുമ്പിൽ നമുക്ക് ആ പ്രൊജക്റ്റ് നമുക്ക് വെക്കാം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരു അച്ഛനെ ഒരു മകളെയും പിടിച്ചുകൊണ്ട് ട്രാൻസ്പോർട്ട് ബസ്സേ കയറാൻ എവിടെ നിൽക്കണമെന്നൊരു ചോദ്യം. സത്യം പറഞ്ഞാൽ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ കയറിക്കൊണ്ട്, സത്യമായി എവിടെ നിൽക്കേണ്ടി ആർക്കും അറിയത്തില്ല. കോഴഞ്ചേരിക്കാർക്ക് പോലും അറിയത്തില്ല. വരുന്നു ബസ് ഓടുന്നത് എവിടെ നിർത്തുന്നിടത്ത് പോയി കയറുക എന്നുള്ളതേ ഉള്ളൂ. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ട്രാൻസ്പോർട്ട് നിർത്തത്തില്ല. ഒരു ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന് ഇവിടെ സ്ഥലമില്ലെങ്കിൽ പോലും ഒരു ഓഫീസ് ഉണ്ടാക്കി അതിനൊരു സ്റ്റോപ്പ് അനുവദിച്ച് അവിടെ ഒരു ഓഫീസറും ഇരുന്നിട്ട് നമുക്കിപ്പം കോഴിക്കോടിന് പോകണം, സാറേ ഇപ്പം കോഴിക്കോട് വണ്ടിയുണ്ടോ എന്ന് ചോദിക്കാൻ ഒരു ബോർഡ് സ്ഥാപിച്ച ഒരു ഓഫീസർ ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും. പ്രായമായ മനുഷ്യർക്ക് ഇരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാർക്ക് പോലെയുള്ള സൗകര്യങ്ങൾ, വൈകിട്ട് അവരുടെ സായാഹ്നങ്ങൾ കൂട്ടുകാരും ഒത്തിരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ റോഡരികൾ മുഴുവനും എന്ത് കാട് പിടിച്ചാണ് നടക്കുന്നത്. നമുക്ക് അയൽക്കൂട്ടങ്ങളും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും തന്നിട്ടുണ്ടല്ലോ ഗവൺമെന്റിൽ നിന്ന്. അത് വെച്ച് നമ്മുടെ ഈ റോഡിന്റെ സൈഡുകൾ വൃത്തിയാക്കി നല്ല നല്ല മരങ്ങളും പൂച്ചെടികളും അത് എത്ര ഭംഗിയായിരിക്കും. തീർച്ചയായിട്ടും ഈ പഞ്ചായത്തിൽ നമുക്ക് ഒരു നല്ലൊരു പാർക്കിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് നമുക്ക് പഞ്ചായത്തിന്റെ കമ്മിറ്റിയിൽ നമുക്ക് അവതരിപ്പിക്കാം. കോഴഞ്ചേരിയെ ചുറ്റിപ്പണഞ്ഞു കിടക്കുന്ന മാലിന്യവാഹിനിയായ ഒരു തോടാണ് പൊങ്ങനാന്തോട്. അത് ഈ വശത്തൂടെ പോകുന്നത് കണിയാഞ്ചാലം എന്നറിയപ്പെടുന്നു. ഈ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ വർഷം കുറെ പൈസ മുടക്കി ഇവിടെ എല്ലാം വൃത്തിയാക്കിയെങ്കിലും ഇതിന്റെ പ്രധാന ഔട്ട്ലെറ്റ് പല കോർപ്പറേറ്റ് ആശുപത്രികളുടെയും മറ്റും ബിൽഡിങ്ങുകളുടെയും വേസ്റ്റ് ഇതുവഴി പോകുന്നുണ്ട് എങ്കിലും അത് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കണ്ടെത്തിയിരുന്നെങ്കിലും കൃത്യമായിട്ടുള്ള നടപടികൾ ഭരണസമിതി എടുത്തിരുന്നില്ല. മുന്നോട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് പിച്ചനാട്ട് കോളനിയിലൂടെ ഒഴുകുന്ന ഒരു തോടാണ് ഈ പറഞ്ഞ പൊങ്ങനാന്തോട്. അവിടെ
ഒരു 10-18ഓളം കുടുംബങ്ങളുണ്ട്. അവർക്ക് ശുദ്ധജലം കുടിക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് കിണറുണ്ടെങ്കിലും അതുവഴി ഈ തോട് മാലിന്യം കൊണ്ട് പോകുന്ന കാരണം ഇവിടുത്തെ കിണറുകൾ ശുദ്ധമല്ല. അപ്പം അതാണ് ഇവിടുത്തെ കോഴഞ്ചേരിയിലെ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം. തോട് മാലിന്യമുക്തമാക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അത് എല്ലാവരുടെയും ഒരു ആവശ്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തെയും ജീവനെയും ഒക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഒരു പൊതു ശ്മശാനം ഈ കോഴഞ്ചേരിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനായിട്ടൊരു പ്രോജക്റ്റ് അതിന്റെ രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു രീതിയിൽ പ്രൊജക്റ്റ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. തീർച്ചയായിട്ടും ഇവിടെ ആ പ്രോജക്റ്റ് നമുക്ക് നേടിയെടുക്കാനും സാധിക്കും. കാര്യം വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. കോഴഞ്ചേരി പഞ്ചായത്ത് എ ഗ്രേഡ് പഞ്ചായത്താണ്. എന്നാൽ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യമാണ്. ഇവിടെ 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംവിധാനമുണ്ട്. നമുക്കറിയാം 4 മണിക്കാറ്റ് പറഞ്ഞാൽ നമ്മുടെ കേട്ടുകേൾവി അനുസരിച്ച് സായാഹ്നങ്ങളിൽ പോയി സമയം ചെലവഴിക്കാനും നമ്മുടെ പുതിയ ജനറേഷൻ ഒക്കെ അവിടെ പോയി ഒരു എന്റർടൈൻമെന്റ് ചെയ്യാനൊക്കെ. പക്ഷെ ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവിടുത്തെ ലോക്കൽ ബോഡി അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ പോലീസ് മറ്റ് സംവിധാനങ്ങൾ എന്തുകൊണ്ട് കാര്യക്ഷമമായി അവിടെ പ്രവർത്തിക്കുന്നില്ല? അത് തന്നെയുമല്ല, ആ 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞ മറ്റു പഞ്ചായത്തുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ അങ്ങനത്തെ യാതൊരു സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അതൊരു മനോഹരമാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ സായാഹ്നങ്ങളിലൊക്കെ ഒന്ന് ചെലവഴിക്കാനും, അത് തന്നെയല്ല ഇപ്പോഴത്തെ ഈ ജനറേഷനിൽപ്പെട്ട വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾ മൊബൈലും കൊണ്ട് ഇരിക്കാതെ അവരും കുറച്ച് കാറ്റൊക്കെ കൊള്ളട്ടെ. നിങ്ങൾ പറഞ്ഞ എല്ലാ വിഷയങ്ങളും തീർച്ചയായിട്ടും അത് പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും. കോഴഞ്ചേരിയിലുള്ള വ്യാപാരികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരും തന്നെ ഒന്നും ചെയ്യുന്നില്ല. കാരണം കൊറോണ ആയാലും അതുപോലെ വെള്ളപ്പൊക്കത്തിനായാലും കടക്കണിയിൽ നിൽക്കുന്ന വ്യാപാരികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. അതുപോലെ പാർക്കിംഗ് സൗകര്യം ഓരോ കടകളുടെ മുന്നിൽ കൊണ്ടുവന്ന് അനധികൃതമായി പാർക്കിംഗ് ചെയ്തിരിക്കുന്നത് അത് സാധാരണ ചെറു കടക്കാർക്ക് അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അവരുടെ കച്ചവടം പോകുന്നുണ്ട്, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് പാർക്കിംഗ് സൗകര്യം ഒന്ന് മെച്ചപ്പെടുത്തി കൊടുക്കണമെന്ന് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അതൊരു പൊതുവായ ഒരു വിഷയമാണ് ഈ പാർക്കിംഗ്. അത് നമുക്ക് കൂട്ടായിട്ട് പറഞ്ഞല്ലോ, ഒരു പൊതുസ്ഥലമോ പേ പാർക്കിംഗോ ഒക്കെ ഇവിടെ മെമ്പർ സൂചിപ്പിച്ച പോലെ അതൊക്കെ നമ്മുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താം. പാചകമായി സംബന്ധിച്ചുള്ള അദ്ദേഹം ജൈവ കൃഷിയുടെ ആശാനാണ്. കാര്യം കേന്ദ്ര അവാർഡ് കിട്ടിയ ആളാണ്. തീർച്ചയായിട്ടും കോഴഞ്ചേരി പഞ്ചായത്തിന്റെ തരിശു കിടന്ന മുഴുവൻ സ്ഥലങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ജൈവ കൃഷി ചെയ്യാൻ സംവിധാനം വേണം. കോഴഞ്ചേരി പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള 4 മണിക്കാറ്റ് എന്നൊരു സംവിധാനം ഇപ്പം ഉയർന്നു വരുന്നുണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ 4 മണി സമയത്ത് കാറ്റുകൊള്ളാനൊക്കെ വരുന്നുണ്ട്. അവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ പേ ചെയ്ത് നമുക്ക് പൈസ അടച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു തരത്തിലൊരു ചിൽഡ്രൻസ് പാർക്ക് കൂടെ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം ഡെവലപ്പാവും. അവിടെ നേരം ചെറിയ ഐസ്ക്രീം കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ കുറച്ച് പേർക്ക് തൊഴിലാവും. അതുപോലെ തന്നെ ഈ ചിൽഡ്രൻസ് പാർക്ക് നോക്കി നടത്തുവാൻ വേണ്ടിയിട്ട് കുടുംബശ്രീ പോലുള്ള സംവിധാനം ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്കും ഒരു ചെറിയ വരുമാനവും. അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു രീതിയിലേക്ക് ആ ഒരു ചിൽഡ്രൻസ് പാർക്കും അതോടൊപ്പം തന്നെ ആ ഒരു പ്രദേശം ഒന്ന് ഉയരാനും നമുക്ക് കാരണമാകും. കുട്ടികളുടെ മാനസിക ഉല്ലാസം അത് തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് എല്ലാ പഞ്ചായത്തിലും പറഞ്ഞൊരു വിഷയം. ഇവിടെ പ്രിയ സഹോദരനാണ് അത് അവതരിപ്പിച്ചത്. പ്രായമായവർക്ക് ഒരു പാർക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളുടെ പാർക്കും തീർച്ചയായിട്ടും അത് നമ്മുടെ പ്രൊജക്റ്റിൽ നമുക്ക് ഇതിനകത്ത് ഈ റിപ്പോർട്ടിൽ അത് നമ്മൾ കൊടുക്കും. ജില്ലാ ആശുപത്രിയുടെ കാര്യം പറഞ്ഞു. ഏതാണ്ട് കൊല്ലത്തെ ആശുപത്രി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള ആശുപത്രിയാണ്. പക്ഷെ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടല്ല ചെയ്യുന്നത്. ഒരു ബിൽഡിംഗ് വെച്ചാൽ 3 നിലയെ കൊണ്ട് അവസാനിപ്പിക്കും. കാരണം അത്ര ഫൗണ്ടേഷനെ ഇടുകയുള്ളൂ. നേരെ മറിച്ച് ഫണ്ട് അത്രയേ ഉള്ളെങ്കിൽ ഫൗണ്ടേഷൻ ശക്തമായിട്ടിട്ടാൽ നാളെ 5ഓ 6ഓ നില പണിതാൽ ഒരു മിനി മെഡിക്കൽ കോളേജ് ആക്കി മാറ്റാനായിട്ട് കോഴഞ്ചേരി ജില്ലാ ആശുപത്രി സാധിക്കും. പമ്പാ നദിയുടെ തീരത്ത് ഒത്തിരി കയ്യേറ്റങ്ങളുണ്ട്. ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചുകൊണ്ട് അതിൽ ഒരു നടപ്പാത ഇപ്പം മാരാമൻ കൺവെൻഷൻ നഗറിലേക്ക് ഒരു റോഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിലുള്ള റോഡാണ്. അതിന് സാമ്പത്തികം മുടക്കി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇരിപ്പിടമൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് 6 മാസം ഉപയോഗിക്കാൻ പറ്റത്തുള്ളെങ്കിൽ പോലും അങ്ങനെയുള്ള ആ പമ്പാ നദിയുടെ തീരത്ത് കൂടിയുള്ള ഒരു നടപ്പാത അല്ലെങ്കിൽ രാവിലെ നടക്കാനും ടീച്ചർ സൂചിപ്പിച്ച പോലെ പ്രായമായവർക്ക് ഒന്ന് വന്ന് സമയം ചെലവഴിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ കുട്ടികൾക്ക് സമയം ചെലവഴിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. അനന്തമായ സാധ്യതയുണ്ട്. ഈ റിപ്പോർട്ടുകളെല്ലാം വെച്ച് നമ്മൾ പഞ്ചായത്തിന് ഇത് സമർപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇതിവിടെ തീരുന്നില്ല. നമ്മുടെ ഈ വികസന വേദിക്ക് ചർച്ചയ്ക്ക് തുടക്കമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു വികസന വിപ്ലവം തന്നെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിന് നമ്മളെല്ലാവരും കൂട്ടായിട്ട് പ്രയത്നിക്കണം. കോഴഞ്ചേരി വികസന വേദിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.